നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ആശ്വാസം. ഇഡിയുടെ കുറ്റപത്രം സ്വീകരിക്കാൻ ഡൽഹി കോടതി വിസമ്മതിച്ചു. കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ ആവശ്യമായ മുൻ FIR കേസിൽ ഹാജരാക്കിയില്ല എന്ന കാരണത്താൽ ആണ് ഇത്തരത്തിൽ ഒരു നടപടി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അജയ് സുധാ ബിജുവാണ് ചേരുന്നത്. അജയ്, ഇതിപ്പോൾ ഒരു ടെക്നിക്കൽ വിഷയമായിട്ടാണോ കാണുന്നത്? അത് എത്രമേൽ ആശ്വാസമാകുന്നുവെന്നാണ് കോടതി പറയുന്നത്? ഒരു സാങ്കേതിക പ്രശ്നം ആണോ? തീർച്ചയായിട്ടും അഭിലാഷ്, ഇപ്പോൾ ഈ കേസുമായിട്ട് ഡൽഹിയിലെ റോസ് അവന്യൂ ED കോടതിയിൽ എത്തിയപ്പോഴാണ് ഇത്തരമൊരു തിരിച്ചടി അത് EDക്ക് നേരിടേണ്ടി വന്നത്. ഇത് കേവലം ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണെങ്കിലും ഇതിന് തക്കതായിട്ടുള്ള അന്വേഷണം നടത്തി കൂടുതൽ നടപടിക്രമങ്ങൾ സ്വീകരിച്ച് പുതിയ കുറ്റപത്രം സമർപ്പിക്കണം എന്നാണ് കോടതി ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ കോടതിയിൽ നിലവിൽ ഈ ED സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രം എന്ന് പറയുന്നത് സ്വകാര്യ അന്യായത്തിൻ്റെ പേരിൽ മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമുള്ള ഒരു കേസാണ്. സോണിയാഗാന്ധിക്കും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും എതിരെ ED ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ വിഷയത്തിൽ ഒരു മുൻ FIR ആവശ്യമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം മുൻ FIR മറ്റൊരിടവും തന്നെ ആരും തന്നെ കേസ് എടുത്തിട്ടില്ല. ഇപ്പോൾ ഡൽഹി പോലീസ് ആണെങ്കിലും അല്ലെങ്കിൽ UP പോലീസ് ആണെങ്കിലും ഒരിടത്തും തന്നെ ഇത്തരത്തിൽ ഈ മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമുള്ള ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. പകരം ഡൽഹി പോലീസ് ഈ വിഷയത്തിലൊരു ഗൂഢാലോചന ആരോപിച്ചുകൊണ്ട് അത് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയെ പ്രതിയാക്കിക്കൊണ്ട് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ മണി ലോണ്ടറിംഗ് ആക്ടിൻ്റെ പേരിൽ ഒരു മുൻ FIR ഇല്ലാത്തത് കാരണമായി ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ കോടതി ഈ കേസിനെ പറ്റി കൂടുതൽ അന്വേഷണം നടത്തി പുതിയൊരു FIR സമർപ്പിക്കണമെന്ന് EDക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ EDക്ക് ഇനി അന്വേഷണം നടത്താൻ അല്ലെങ്കിൽ ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുക ഈ നേരത്തെ ഈ ഡൽഹി പോലീസ് ഇട്ടിട്ടുള്ള ഈ ഗൂഢാലോചന ശ്രമത്തിലുള്ള ഈ FIR അനുസരിച്ചാണ്. അപ്പോൾ അതിൽ കൂടുതൽ അന്വേഷണം നടത്തി ഇനി ഈ മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമുള്ള പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് ഈ സ്വകാര്യ അന്യായത്തിൻ്റെ പേരിൽ പുതിയ FIR EDക്ക് സമർപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ഒരു കാലതാമസം എന്തായാലും ഈ വിഷയത്തിൽ എടുക്കും. അപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് സോണിയാഗാന്ധിക്കും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ കഴിഞ്ഞ ഏപ്രിലാണ് ഈ സ്വകാര്യ അന്യായത്തിൻ്റെ പേരിൽ ED ഒരു ഇതിൻ്റെ ഒരു ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് സോണിയാഗാന്ധിക്കും അതുപോലെ രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് അയച്ചത്. ഇനി പുതിയ FIR ഇട്ടുകൊണ്ട് ഈ നടപടിക്രമങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു സമയം അത് മാത്രമാണ് നിലവിൽ ഈ ഒരു നടപടിക്രമങ്ങളിൽ ഒരു ആശ്വാസമായുള്ളത്. ഈ 2011 ഈ നാഷണൽ ഹെറാൾഡ് കേസ് ഈ നാഷണൽ ഹെറാൾഡിൻ്റെ ഈ ഓഹരികൾ അന്യായമായി ഏറ്റെടുത്തു എന്നുള്ള പേരിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ ഒരു FIR വരുന്നത് ഈ നാഷണൽ ഹെറാൾഡിൻ്റെ 76% ഓഹരികളും നിലവിൽ ഈ രാഹുൽ ഗാന്ധിയുടെ പേരിലാണ്. അതാണ് ഇവർക്ക് വലിയൊരു തലവേദനയായി നേരത്തെ തന്നെ വന്നിട്ടുള്ളത് കേസിൽ. ഇതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ. നാഷണൽ ഹെറാൾഡ് കേസിൽ താൽക്കാലികമായ ഒരു ആശ്വാസം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നു.